മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന പലരും പറയുന്നു യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്, തെറ്റുപറ്റിപ്പോയി, മാപ്പ് ചോദിച്ചില്ലേ. ശരി, സമ്മതിക്കുന്നു ഞാൻ. ഒരു സ്ഥലത്ത് സംഭവിച്ചാൽ യാദൃച്ഛികതയാണ്. ഇത് ഒരേ ദിവസം പല സ്ഥലങ്ങളിൽ ഇതുപോലെ ശ്രീകൃഷ്ണനെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പം തന്നെ ഈ പറഞ്ഞ മെഹർ എന്ന് പറഞ്ഞിട്ട് ചേർത്തലയുള്ള സ്ഥാപനം, കോഴിക്കോട് ഭാഗത്താണുള്ള തലശ്ശേരി കിച്ചൺ, അതുപോലെ കുറേ സ്ഥാപനങ്ങൾ. അപ്പോൾ അതെങ്ങനെയാണ് യാദൃച്ഛികതയാവുന്നത്? അപ്പോൾ ഇത് ആരോ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതൊരു എന്താ പറയുക, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ടെസ്റ്റ് ലോസ് ആണ്. ഇതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ അതിനെ പ്രതിഷേധിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അത് പോട്ടെ ഒരു അബദ്ധം പറ്റിയതാണെന്ന് വിട്ട് നമ്മൾ വിട്ടുകളഞ്ഞാൽ ഇത് നാളെ ഇതിനപ്പുറമായി മാറും. ഞാൻ ചോദിക്കട്ടെ, അവരുടെ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മതാചാര്യന്മാരെക്കുറിച്ചോ ഈ രീതിയിൽ മോശമായൊരു പോസ്റ്റർ ഹിന്ദു ഇട്ടാൽ എന്തായിരിക്കും അവരും പറയുമോ ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമല്ലേ, അബദ്ധമല്ലേ, പോട്ടെ എന്ന് പറയുമോ? ഇവിടെ ജോസഫ് മാഷ് എന്നൊരാൾ ഒരു പേരെഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയ സ്ഥലമാണ്. ആലോചിച്ച് നോക്കൂ. അപ്പം ഹിന്ദുക്കളെ എതിരെ എന്തും ചെയ്യാം, ഏത് രീതിയിൽ അവരെ അവഹേളിക്കാം, എന്ത് ചെയ്താലും സഹിഷ്ണുത അവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് അവർ പ്രതികരിക്കില്ല എന്ന് കരുതുന്നതാണ് തെറ്റ്. ഇനിയും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം.